വന്ദനമേ കണ്ടിട്ട് വരുവോ അങ്കിളെ? ഓ, അവിടെ പോയിരുന്നോ? എന്നിട്ട് വന്ദന മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുക. ഓ, അവിടെ വന്ദനയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ടെന്നാ എന്റെ ബലമായ സംശയം. ഞങ്ങൾ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാവും വന്ദന ഒന്നും വിട്ടു പറയുന്നുമില്ല. അങ്കിളെ, വന്ദനമ്മയോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അങ്കിൾ അതെല്ലാം മറന്നിട്ട് എന്റെ വന്ദനമ്മ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. മോൾ എന്തായി പറയുന്നേ? അങ്കിൾ എന്തിനാ മോളുടെ വന്ദനമ്മയോട് പിണങ്ങുന്നേ? മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വിക്രം, ദിയമുള്ളത് കുഞ്ഞു മനസ്സല്ലേ, അത് മനസ്സ് വേദനിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞെന്ന് വിചാരിച്ചാ മതി. മുതിർന്നവരുടെ സംഭാഷണം കേട്ടിട്ടാ കുട്ടികൾ പലപ്പോഴും ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്. എന്നെ വില്ലനാക്കുന്ന എന്തെങ്കിലും സംഭാഷണം നിങ്ങളുടെ പക്കൽ നിന്നും ദിയമോള് കേട്ടിട്ടുണ്ടാവും. അല്ല, എന്താ വിക്രം ഇങ്ങനെ കാടുകയറി ചിന്തിക്കുന്നത്? മോളെ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്കിളിനോട് ചോദിച്ചേ? അങ്കിളിന് വിഷമായി. ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്ക് മോളുടെ വന്ദനാമ്മയോട് ഒരു വിരോധവും ഇല്ല. വന്ദനാമ്മയെ പുറത്തു കൊണ്ടുവരാൻ അങ്കിൾ സഹായിക്കാം കേട്ടോ. വാ വാ. അത് ഞാൻ ഏറ്റു. ചെല്ല്. എന്താടി നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു ബഹുമാനം ഇല്ലാത്ത? എന്റെ കാല് തിരും താടി. ജയിലിൽ ആര് പുതിയതായി വന്നാലും അവരൊക്കെ മാടത്ത ചേച്ചിയുടെ കാല് തിരുമ്മി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നീ എന്റെ കൈ മെനക്കെടുത്തിക്കാൻ വന്നവളല്ല, അനുസരണയുള്ളവളാ. ഇനി ഞാൻ ആരാണെന്ന് പറയാം. എന്റെ പേര് മാടത്ത, വാറ്റു മാടത്താന്ന് വിളിക്കും. ഒരു തവണ വാറ്റിയപ്പോ മനുഷ്യന്റെ കൂമ്പും കരളും ഒക്കെ തുളച്ച് കയറുന്ന ആ സാധനത്തിന്റെ അളവ് കുറച്ച് കൂടിപ്പോയി. ആ മദ്യം കുടിച്ച് 20 പേരാടി ചങ്ക് പൊട്ടി ചത്തു മലച്ചത്. 6-7 എണ്ണത്തിന്റെ കണ്ണിലെ ബൾബും അടിച്ചുപോയി. ഭാഗ്യത്തിന് ഞാൻ മാത്രം കുടിക്കാത്തതുകൊണ്ട് പച്ച ജീവനോട് അകത്തുമായി. നിന്റെ മയക്കുമരുന്ന് കഴിച്ച ആന പോലും പറക്കുമെന്നാണല്ലോ കേട്ടത്. എനിക്ക് കുറച്ചു നേരം പറന്ന് നടക്കണം. ഒരു പൊതി താമോളെ. ചേച്ചി, എനിക്ക് മയക്കുമരുന്നായിട്ട് ഒരു ബന്ധവുമില്ല. ആരും എന്നെ ചതിച്ചതാ. കള്ള പറയുന്നോടി. അറിയില്ല. അയ്യോ, ഒന്നും ചെയ്യല്ലേ. നീ ആരാടി എന്നെ പിടിക്കാൻ? എന്താ ചേച്ചി ഇത്? ഇതുവരെ കൊന്നൊന്നും പോരെ, ഇനിയും വേണോ? അതേടി, എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യപ്പെട്ട ഇവളുണ്ടല്ലോ, ഇവള് വടിവാള് കാമാക്ഷിയാണെങ്കിൽ ഞാൻ ഇരുത്തി മാടത്തെ അടി അരിഞ്ഞ് തീർക്കും ഞാൻ ഇവിടെ. ജയിലിൽ കരുണാകരക്കുറുപ്പിന്റെ മകൻ
അവിടെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടെന്ന് അന്വേഷിക്കാം. ആ ജീവനക്കാരിൽ നിന്നോ തടവുകാരിൽ നിന്നോ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഇത് ജഗന് വിക്രം നൽകുന്ന വാക്കാണ്. പിന്നെ ജാമ്യത്തിന്റെ കാര്യം നടക്കില്ലെന്ന് അറിയാലോ. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് വരുത്തി തീർക്കേ മാർഗമുള്ളൂ. ഒരു മിനിറ്റ്. പിടിക്കേ. മോള് വിഷമിക്കാതെ പോ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്കിളൊന്ന് നോക്കട്ടെ. താങ്ക്സ് അങ്കിൾ. ഓക്കെ.